ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇത് ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്. ചിലപ്പോൾ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ കേൾക്കുക, അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് ഇവിടെ ടീച്ചിങ് പൊസിഷൻസ്, അതായത് വിവിധ തരം പോസ്റ്റുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പ്രൊഫസർ പോസ്റ്റ്, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, പ്രൊഫസർ, അക്കാഡമിഷ്യൻ, ലെക്ചറർ, അങ്ങനെയുള്ള പല പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചുള്ള 1 by 1 ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ, ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം, ഷെയർ ചെയ്യുക. ഇത് ഈ തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള സുഹൃത്തുക്കളിലേക്കും മറ്റുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് CUTN അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട് എന്നുള്ളതാണ്. CUTN എന്ന് പറയുന്നത് .ac.in എന്നോ, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതിൽ കയറിയതിനു ശേഷം ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം, അതായത് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വരിക, ഏറ്റവും എൻഡിലേക്ക് വരിക. എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കരിയർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ കരിയറിൽ ക്ലിക്ക് ചെയ്യുക. കരിയറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുണ്ട്. അതായത് ഇതിൽ നോക്കുമ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള കുറെ വേക്കൻസീസ് ഉണ്ട്, അതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്റ്റീവിലേക്ക് മാത്രം പോവാം. അതിൽ അഡ്വർടൈസ്മെന്റ് ഫോർ ദ പൊസിഷൻ ഓഫ് പ്രൊജക്ട് അസോസിയേറ്റ് ഉണ്ട്, പിന്നെ ടീച്ചിങ് അസിസ്റ്റന്റ്, പിന്നെ ഗസ്റ്റ് ഫാക്കൽറ്റി പൊസിഷൻസിന് വിളിച്ചിട്ടുണ്ട്, അതുണ്ട്. നമുക്ക് പ്രധാനമായിട്ടൊന്നുമില്ല. പിന്നെ JRF പ്രൊജക്ട് ഫെലോ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്ട് അസോസിയേറ്റ്, പ്രൊജക്ട് ഫെലോ ജൂനിയർ. അടുത്ത് നമുക്ക് വേണ്ടത് ഈ 6ാമത് കിടക്കുന്നതാണ് റിക്രൂട്ട്മെന്റ്സ് ഓൺ ടീച്ചിങ് പോസ്റ്റ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് ഓൺ ടീച്ചിങ് പോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗത്തിന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ KVS, NVS, EMRS ടീച്ചിങ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ തയ്യാറായിരിക്കുന്നവർക്ക് ക്ലാസ്, ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ 77 36 75 0473 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജിലൂടെയോ വിളിച്ചോ നിങ്ങൾക്ക് അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ CTET അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ LP-UP ലോങ് ടേം കേരള PSC, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് കേരള PSC, അതിന്റെയും അഡ്മിഷൻ സ്റ്റാർട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കാവുന്നതാണ്, വാട്സ്ആപ്പ് മെസ്സേജിലൂടെയും ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. റിക്രൂട്ട്മെന്റ് ഓൺ ടീച്ചിങ് പോസ്റ്റ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ എത്തി. ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 18/8/2025 നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്ലൈഡ് സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, ലോ, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെറ്റീരിയൽ സയൻസ്, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്, ഇത്രയും സബ്ജക്റ്റുകളിലാണ് വേക്കൻസീസ് ഉള്ളത്. മൊത്തം 19 വേക്കൻസീസ് ആണ് നിലവിൽ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, 19 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്ക്ലോഗ് വേക്കൻസീസും ഉണ്ട്, അല്ലാത്തതുണ്ട്, പുതിയ വേക്കൻസീസും ഉണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/9/2025 ആണ് കേട്ടോ. ഈ മാസം 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 17-ാം തീയതിയാണ്. ഓക്കെ, ബാക്കിയുള്ളത് 1 by 1 ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ പറയാനുള്ളത് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ ആണ്. 750 രൂപയാണ് ഫീസ് കേട്ടോ. 750 ആണ് ഫീസ്. ആപ്ലിക്കേഷൻ ഫീസ് 750 ഫോർ കാൻഡിഡേറ്റ്സ് ഓഫ് അൺറിസർവ്ഡ് OBC ആൻഡ് EWS കാറ്റഗറീസ്. SC/ST കാൻഡിഡേറ്റ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം ആപ്ലിക്കേഷൻ ഫീ ഫോർ SC/ST പോസ്റ്റ്. ഓക്കെ, SC/ST കാൻഡിഡേറ്റ്സ് അവർ SC/STക്ക് റിസർവ് ചെയ്ത പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ ഫീ ഇല്ല കേട്ടോ. ഓക്കെ, അൺറിസർവ്ഡ് പോസ്റ്റിലേക്കാണ് SC/STക്കാരും അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും, അൺറിസർവ്ഡ് പോസ്റ്റിൽ ആരൊക്കെ അപ്ലൈ ചെയ്യുന്നോ അവർക്കെല്ലാം 750 അടക്കേണ്ടതാണ്. ഓക്കെ, അതാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പേയ്മെന്റ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ക്വാളിഫിക്കേഷനെ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് 1 by 1 ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രൊഫസറിന് PhD ആണല്ലോ വേണ്ടത്, എലിജിബിലിറ്റി പ്രൊഫസർ പോസ്റ്റിന് വേണ്ടത്. അപ്പൊ അതില് ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നില്ല. നോർമലായിട്ട് ഉള്ള കാര്യങ്ങൾ ഇവിടെ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോന്നായിട്ട് വായിച്ച് നോക്കുക. അസിസ്റ്റന്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി 55% മാർക്ക്, പിന്നെ നെറ്റ് കേട്ടോ, സാധാരണ തന്നെയാണ്. നെറ്റ് ഓർ സെറ്റ് അല്ലെങ്കിൽ സ്ലെറ്റ് കേട്ടോ. അത് നമ്മുടെ സംസ്ഥാനത്ത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി ആണ് സെറ്റ്, സ്ലെറ്റ് അല്ല സ്ലെറ്റ് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്തെ സെറ്റ് ഹയർ സെക്കൻഡറിക്കാണ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ സെറ്റ് ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന് അപ്ലൈ, അതുകൊണ്ടാണ് സെറ്റ് കൂടെ കൊടുത്തിരിക്കുന്നത്. നെറ്റ്, സ്ലെറ്റ് ഓർ സെറ്റ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത നെക്സ്റ്റ് ഉള്ളത് അസിസ്റ്റന്റ് പ്രൊഫസർ, അതും ഇത് തന്നെയാണ്. മാസ്റ്റർ ഡിഗ്രി, നെറ്റ്, സെലക്ട് ഓർ സെറ്റ്. പിന്നെ ഉള്ളത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിസർവേഷൻ എങ്ങനെ കിട്ടുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിലിംഗിൽ കൊടുത്തിരിക്കുന്നത് എക്സ്പീരിയൻസസ്, ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി വിൽ ബി ഇതാണ് reckoned as on the last of the recipients of the application. Self-attested clear photocopies of all certificate must be attached with the application. Okay, എല്ലാത്തിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ആയിട്ടുള്ള കോപ്പി വേണം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളോ മറ്റു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ after submitting the online application, candidates have to take a printout of the online application and send along with the enclosures educational qualifications, experience, NOC, research, reservation കാറ്റഗറി സർട്ടിഫിക്കറ്റ് അത് വേണമെന്നുള്ളവർക്ക് 1 or before 10 days തിരിച്ചയച്ചു കൊടുക്കുകയും വേണം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ 27/9/2025 മുമ്പ്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ 17-ാം തീയതിയാണല്ലോ ലാസ്റ്റ് ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് 10 ദിവസം മുമ്പ് തിരിച്ചയച്ചു കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോഴൊക്കെ ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ്, കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് എല്ലാത്തിലും ഉണ്ടല്ലോ, അത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേഷന് ഉള്ള വെയിറ്റേജ്, പോസ്റ്റ് ഗ്രാജുവേഷൻ വെയിറ്റേജ്, എംഫിലിനും ഒക്കെയുള്ള വെയിറ്റേജുകൾ, PhDക്കുള്ള വെയിറ്റേജ്, നെറ്റ് വിത്ത് JRFനുള്ള വെയിറ്റേജ്, നെറ്റിന് മാത്രമുള്ള വെയിറ്റേജ്, സ്ലെറ്റ് അല്ലെങ്കിൽ സെറ്റിനുള്ള വെയിറ്റേജ്, റിസർച്ച് പബ്ലിക്കേഷനുള്ള വെയിറ്റേജ്, അതുപോലെ ടീച്ചിങ് ആൻഡ് ഡോക്ടറൽ എക്സ്പീരിയൻസിനുള്ള വെയിറ്റേജ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ MPhil പ്ലസ് PhD 30 മാർക്ക്, JRF, നെറ്റ്, സെറ്റ് 7 മാർക്ക്, അവാർഡ് കാറ്റഗറി 3 മാർക്ക്. അങ്ങനെ അക്കാഡമിക് സ്കോറിന് 80 മാർക്കിനും റിസർച്ച് പബ്ലിക്കേഷൻസ് 10, ടീച്ചിങ് എക്സ്പീരിയൻസിന് 10, മൊത്തത്തിൽ 100. അങ്ങനെയാണ് അതിന്റെ നമ്മുടെ എന്താ പറയാ ഷോർട്ട് ലിസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എലിജിബിലിറ്റി, അക്കാഡമിക് റിസർച്ച് സ്കോർ അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സംശയമില്ല, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സർട്ടിഫിക്കറ്റുകളുടെ പെർഫോമയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് അപ്പം ഇത്തരത്തില് നിങ്ങൾക്ക്
ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസുകൾ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, തിരുവാരൂരാണ്, തമിഴ്നാട്. ഓക്കെ, ഇതില് അൺറിസർവ്ഡ് പോസ്റ്റും ഉണ്ട്, SC-ക്ക് ഉണ്ട്, ST-ക്ക് ഉണ്ട്, OBC-ക്ക് സെപ്പറേറ്റ്, അങ്ങനെ പല കാറ്റഗറി ബേസ് ചെയ്ത് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. മൊത്തം 19 പോസ്റ്റ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ മീൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് വരെ കാത്തിരിക്കേണ്ട. 19-ാം തീയതിയാണ് 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട്. അപ്പം എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാകുക. ഓക്കെ, താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.